ഹായ് ഫ്രണ്ട്സ്, 7ാം ക്ലാസ്സിലെ സയൻസിൻ്റെ മൂന്നാമത്തെ ടോപ്പിക്കായിട്ടുള്ള ആസിഡുകളും ആൽക്കലികളും എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സോ ഇത് കെമിസ്ട്രി PSC പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ കെമിസ്ട്രി എന്നുള്ള സബ്ജക്റ്റിൽ നിന്ന് വരുന്നതാണ് ആസിഡുകളും ആൽക്കലികളും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നോർമലി ചെറിയ എക്സാമിനാണെങ്കിലും ഡിഗ്രി ലെവലൊക്കെ ആണെങ്കിലും ഇതിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങൾക്കറിയാം, ആസിഡുകൾ ആൽക്കലികളിലൊക്കെ നമ്മൾ നോർമലി നമ്മുടെ ഒരു വസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അല്ലേ, ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതേപോലെ പി എച്ച് വാല്യൂ എന്താണ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ അധികം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു സെഷനാണ് PSCയിൽ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രം നോക്കിയിട്ട് പോകണേ. ഒന്നാമത് ലിറ്റ്മസ് പേപ്പർ എന്താണെന്നൊക്കെ നമുക്ക് ആസിഡും ആൽക്കലിയും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പേപ്പറാണ് ലിറ്റ്മസ് പേപ്പർ. അപ്പോൾ അത് വരുന്നേ ഉള്ളൂ അതെന്താണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ലിറ്റ്മസ് പേപ്പർ ഏതൊക്കെ നിറങ്ങളിലുണ്ടാവും? ചുവപ്പ് നിറത്തിലും നീല നിറത്തിലുമാണ് ലിറ്റ്മസ് പേപ്പർ ഉണ്ടാവും കേട്ടോ. അതൊന്ന് ഓർത്ത് വെക്കണേ. ചുവപ്പ് നിറത്തിലും അതേപോലെ നീല നിറത്തിലുമാണ് ലിറ്റ്മസ് പേപ്പർ ഉണ്ടാവുക. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാണ്. ഇനി എന്താണ് ആസിഡ് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നതിൽ ഫസ്റ്റ് ടോപ്പിക് എന്താ? ആസിഡ് കഴിഞ്ഞിട്ടാണ് ആൽക്കലി പഠിക്കുന്നത്. അപ്പോൾ എന്താണ്, ഇപ്പോൾ നാരങ്ങ നീര്, മോര്, പുളി, വിനാഗിരി തുടങ്ങിയവയിലുണ്ട് ചില ആസിഡിൻ്റെ മലയാളമാണ് എന്ത്? അമ്ലം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം എന്തായിരിക്കും? ചുവപ്പായിരിക്കും കേട്ടോ. ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം എന്തായിരിക്കും? ചുവപ്പായിരിക്കും. അത് എങ്ങനെ ഓർത്ത് വെക്കാൻ നിങ്ങൾക്ക്? ഇപ്പം നമ്മളെ കയ്യിലൊക്കെ ആസിഡ് വീണാൽ എന്ത് ചെയ്യും? ചുവന്ന് വരും അല്ലേ. ആസിഡ് വീട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചൊറിച്ചിൽ വന്ന് ചുവന്ന് വരില്ലേ. അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം ആസിഡിലാണെങ്കിൽ ചുവപ്പ് നിറമായിരിക്കും. ഇനി എല്ലാ ആസിഡുകളും എന്താണ്? പുളി രുചിയുള്ളവയാണ്. അതും നമുക്ക് ഈ നാരങ്ങയൊക്കെ എന്തായിരിക്കും? നാരങ്ങയാണെങ്കിലും പിന്നെന്താണ്, മോരാണെങ്കിലും നമ്മൾ പുളിച്ചിട്ട് കഴിക്കുമ്പോൾ ഒരു പുളി രുചിയല്ലേ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ അതും ബൈഹാർട്ടാക്കേണ്ട ആവശ്യമില്ല, നമുക്ക് കിട്ടുന്നതാണ്. ഇനി ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ ശക്തി കുറഞ്ഞ ആസിഡുകളാണ്. നമ്മൾ കഴിക്കുന്നതാണല്ലോ, അപ്പോൾ ശക്തി കുറവായിരിക്കും. ഇനി ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് തുടങ്ങിയവ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ശക്തി കൂടിയ ആസിഡുകളാണ്. ശക്തി കൂടിയ ആസിഡുകൾക്കുള്ള എക്സാമ്പിളാണ് ഇതൊക്കെ. ഈ HCl, നൈട്രിക് ആസിഡ്, അതേപോലെ H2SO4, അതായത് സൾഫ്യൂരിക് ആസിഡ് എന്നിവയൊക്കെ. ഇനി ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകളാണ് ഈ തന്നിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ. മുമ്പ് ഒരു കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത് മോരിൽ അടങ്ങിയിരിക്കുന്നതാണ് ലാക്റ്റിക് ആസിഡ്. ഓക്കെ, മോരിൽ അടങ്ങിയിരിക്കുന്ന ആണ് എന്ത്? ലാക്റ്റിക് ആസിഡ്. ലാക്ടോസ് എന്നൊക്കെ നമ്മൾ പാല് ഉൽപ്പന്നങ്ങൾ അങ്ങനെ വിളിക്കാറില്ല, ലാക്റ്റിക് ആസിഡ്. ഇനി വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്നതാണ് ഇത്? അസറ്റിക് ആസിഡ്. പുളിയിൽ അടങ്ങിയിരിക്കുന്നതാണ് ഇത്? ടാർട്ടാറിക് ആസിഡ്. ഓക്കെ, അത് നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ ടാറിട്ട് റോഡിലൊക്കെ ഏകദേശം വീണ് കിടക്കുന്ന സാധനങ്ങളൊക്കെ പുളികളൊക്കെ അല്ലേ. അതൊന്ന് ജസ്റ്റ് അങ്ങനെ ഒരു രീതിയിൽ ഓരോന്നും ഓർത്തുക്കും. ഇനി നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്നതാണ് ഇത്? സിട്രിക്. നമ്മൾ സിട്രിക് ഫ്രൂട്ട്സ് എന്നല്ല പറയുന്നത് നാരങ്ങ. ഇനി ആപ്പിളിൽ അടങ്ങിയിരിക്കുന്നതാണ് എന്ത്? മാലിക് ആസിഡ്. ആപ്പിൾ അടങ്ങിയിരിക്കുന്ന ആസിഡാണ്. അപ്പോൾ ഇതൊക്കെ പഠിക്കണേ. ഓരോ ഭക്ഷ്യവസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ ഏതാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നന്നായിട്ട് നോക്കി വെക്കണം. ഇനി നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഇത്? ഹൈഡ്രജൻ. ഓക്കെ, ഈ ഹൈഡ്രജൻ്റെ പ്രത്യേകത എന്താ? ഹൈഡ്രജൻ കത്തുന്ന വാതകമാണ്. ഓക്കെ, ഹൈഡ്രജൻ കത്തുന്ന വാതകമാണ്. അതുകൊണ്ട് ഹൈഡ്രജൻ ഫ്യൂവൽസ് നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ. ഹൈഡ്രജൻ ഫ്യൂവൽസ് റോക്കറ്റിലൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹൈഡ്രജൻ അതുകൊണ്ടാണ് കത്തുന്നതുകൊണ്ടാണ് ഹൈഡ്രജൻ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ടെസ്റ്റ് ട്യൂബിൽ നിന്ന് ഹൈഡ്രജൻ വാതകം പുറത്തു വരും. അതായത് എങ്ങനെ പുറത്തു വരുന്നത്? ഈ സൾഫ്യൂരിക് ആസിഡ് സിങ്കുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം എന്ന് പറയുന്നത് ഹൈഡ്രജനാണ്. നോർമലി നിങ്ങൾ ഓർത്തുകൊണ്ടോ, നോർമലി ആസിഡ് ഒരു മെറ്റലായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ടാവും? നോർമൽ കേസിലൊക്കെ ഹൈഡ്രജൻ ഉണ്ടാവും. അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് 2-3 പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്? റിപ്പീറ്റഡ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം എന്നുള്ളത് കേട്ടോ. അപ്പോൾ എങ്ങനെ ഓർത്തുക്കേണ്ടത്? ആസിഡ് നോർമലി ഒരു മെറ്റലായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ടാവും? ഹൈഡ്രജൻ വാതകം ഉണ്ടാവും. ഇനി നമ്മൾ ഇതിനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ ഹൈഡ്രജനെ പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. ഈ ഹൈഡ്രജൻ എന്നുള്ള വാതകമില്ല, ഈ വാതകത്തിന് ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത് ബ്രിട്ടീഷുകാരനായിട്ടുള്ള ഹെൻറി കാവൻഡിഷ് ആണ്. ഓക്കെ, ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജനെ കണ്ടെത്തുന്നത്. ഇനി ഈ വാതകത്തിന് ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് പക്ഷേ ആരല്ല? ഈ ഹെൻറി കാവൻഡിഷ് അല്ല, അത് ലവോസിയർ ആണ്. ഇതൊക്കെ നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കാൻ പോകുന്ന സയൻറ്റിസ്റ്റുകളാണ്, നമുക്ക് ഇനിയും ആവശ്യം വരും. അപ്പോൾ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ്, എന്നാൽ പേര് കൊടുത്തത് ലവോസിയർ ആണ്. ഇതിൻ്റെ ഈ ഹൈഡ്രജൻ എന്നുള്ളതിൻ്റെ അർത്ഥം ഒന്ന് ഓർത്തുകൊണ്ടോ? ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് എന്ത്? ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത് അല്ലേ. ജലത്തിൽ എങ്ങനെയാണ് ജലത്തിൻ്റെ വരുന്നത്? H2O അല്ലേ. ഹൈഡ്രജൻ രണ്ടും ഓക്സിജൻ ചേർന്നിട്ടാണ് ജലം ഉണ്ടാക്കുന്നത്. അപ്പോൾ H2O ഹൈഡ്രജൻ എന്നുള്ളതിന് ഹൈഡ്ര എന്നൊക്കെ പറഞ്ഞാൽ എന്താ? വെള്ളം എന്നല്ല മീനിങ്. അപ്പോൾ ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇനി ആസിഡ് സ്വഭാവമുള്ള പല വസ്തുക്കളും നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാറുണ്ട്.
അപ്പോൾ ആസിഡ് ലോഹങ്ങളുമായിട്ട് പ്രവർത്തിക്കുന്നു ഇപ്പോൾ മനസ്സിലായല്ലോ, ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്. അതുകൊണ്ട് ഈ പുളി, മോര്, വിനാഗിരി, നാരങ്ങ നീര് എന്നിവ അടങ്ങിയ ആഹാര വസ്തുക്കൾ എന്ത് ചെയ്യരുത്, സൂക്ഷിക്കാൻ ലോഹപാത്രങ്ങൾ ഉപയോഗിക്കാറില്ല. അങ്ങനെ ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം എന്താ, ഈ ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്തുമായിട്ട് പ്രവർത്തിക്കും, ആ ലോഹപാത്രത്തിലെ ലോഹവുമായിട്ട് പ്രവർത്തിക്കും. ഓക്കെ, അത് നമുക്ക് ബോഡിയിൽ മോശമാണ്. അപ്പോൾ ആസിഡ് ലോഹം ചേർന്നുണ്ടാകുന്ന ചില വസ്തുക്കൾ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അത് ലോഹപാത്രങ്ങളിൽ ഉപയോഗിക്കാത്ത കേട്ടോ. അപ്പോൾ കാരണങ്ങൾ ചോദിക്കാം ചിലപ്പോൾ, ഈ എന്തുകൊണ്ടാണ് വിനാഗിരി ഒരു ലോഹപാത്രത്തിൽ സൂക്ഷിച്ച് വെക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ രീതിയിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ മറന്നു വരുത്, ആസിഡ് ലോഹവുമായിട്ട് പ്രവർത്തിച്ചിട്ട് എന്തുണ്ടാവും, ചില വസ്തുക്കൾ ഉണ്ടാവും. ഇനി കാർബണേറ്റിൻ്റെ കാര്യമാണ് ജസ്റ്റ് പറയുന്നത് കേട്ടോ. മുട്ടത്തോട്, ചോക്ക്, മാർബിൾ എന്നിവയിൽ കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ആസിഡുകൾ ഈ കാർബണേറ്റുകളായിട്ട് പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡാണ് ഉണ്ടാവുക. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് തീ കെടുത്തുന്ന വാതകമാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് തീ ഉണ്ടാക്കുന്ന കത്തുന്ന വാതകമായിരുന്നു ഹൈഡ്രജൻ. എന്നാൽ ഇത് സെയിം ആസിഡുകൾ കാർബണേറ്റ് അടങ്ങിയിട്ടുള്ള മുട്ടത്തോട് കാർബണേറ്റ് ഉണ്ട്, അതേപോലെ ചോക്ക്, മാർബിൾ ഇവയിലൊക്കെ എന്തുണ്ട്, കാർബണേറ്റ് അടങ്ങിയിട്ടുണ്ട് അല്ലേ. ഈ ആസിഡുകൾ കാർബണേറ്റുകളായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് തീ കെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന, നമ്മൾ ഫയർ എക്സ്റ്റിങ്ക്വിഷറിലൊക്കെ ഉപയോഗിക്കുന്ന വാതകമാണ് ഇത് ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്നുള്ളത്. അതങ്ങ് വരുന്നുണ്ട്. അപ്പോൾ വിനാഗിരി അസറ്റിക് ആസിഡ് ആണെന്ന്, വിനാഗിരിയുടെ പേര് അസറ്റിക് ആസിഡ് എന്നാണ്, വിനാഗിരിയുടെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് അസറ്റിക് ആസിഡാണ്. അപ്പോൾ അത് ഓർത്ത് നോക്കണം. ഇനി സോഡിയം ബൈകാർബണേറ്റ് അപ്പക്കാരം, സോഡിയം ബൈകാർബണേറ്റ് ആണ് അപ്പക്കാരം. അപ്പോൾ അപ്പക്കാരം എന്നത് എന്താണെന്ന് ചോദിച്ചാൽ സോഡിയം ബൈകാർബണേറ്റ് ആണ്. ഇവ തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ഉണ്ടാവും. ഓക്കെ, വിനാഗിരി അതായത് അസറ്റിക് ആസിഡും അപ്പക്കാരം, സോഡിയം ബൈകാർബണേറ്റ്. ഞാൻ പറഞ്ഞു കാർബണേറ്റുമായിട്ട് ഇവിടെ എന്തായിരുന്നു, കാർബണേറ്റുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അല്ലേ എന്തുണ്ടാകുന്നത്, ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത്. അപ്പോൾ വിനാഗിരി എന്ന് പറഞ്ഞാൽ ഒരു ആസിഡാണ്, അസറ്റിക് ആസിഡാണ്. അപ്പക്കാരം എന്ന് പറയുന്നത് ഒരു കാർബണേറ്റുമാണ്, സോഡിയം ബൈകാർബണേറ്റ്. അപ്പോൾ അത് രണ്ടും കൂടി പുറത്തേക്കും എന്തുണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും എന്നുള്ളത് എന്ത് ചെയ്യുക, അതൊന്ന് ഓർത്ത് നോക്കാം. ഇനി അടുത്ത കേട്ടോ, ഒരു മിനിറ്റ് മാറിയതാണ് ഇവിടെ. അപ്പോൾ ഇനി ഉറുമ്പ് കടിക്കുമ്പോൾ ഇതൊന്നും ഓർത്ത് നോക്കണം. ഉറുമ്പ് കടിക്കുമ്പോൾ അല്പം ഫോമിക് ആസിഡ് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, ശരീരത്തിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ശരീരത്തിൽ എത്തുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഉറുമ്പ് കടിക്കുമ്പോഴുള്ള വേദനയ്ക്ക് കാരണമാകുന്നത് ഈ ഒരു ഫോമിക് ആസിഡ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് ഓർത്ത് നോക്കണേ. എന്താ പോയിന്റ് അവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ് എന്താണ്, ഉറുമ്പ് കടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ ഉറുമ്പിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഫോമിക് ആസിഡാണ്. ഇനി അടുത്തതാണ് ആൽക്കലി കേട്ടോ. ആൽക്കലിയാണ് ആസിഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആൽക്കലി എന്നുള്ളത്. അപ്പോൾ ആൽക്കലി എങ്ങനെയായിരിക്കും, ഈ ലിറ്റ്മസ് പേപ്പറിന് എന്താ ചെയ്യുക, ചുവന്ന ലിറ്റ്മസ് പേപ്പറിന് എന്താക്കുക, നീലയാക്കുന്ന ചുണ്ണാമ്പ് വെള്ളം പോലുള്ള പദാർത്ഥങ്ങൾ ആൽക്കലികൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവ എന്ത് രുചിയുള്ളവയായിരിക്കും, ഇവ കാര രുചിയുള്ളവയും വഴുവഴുപ്പുള്ളവയും ആയിരിക്കും. ഓക്കെ, ആൽക്കലി. ആസിഡ് എന്തായിരുന്നു, ആസിഡ് പുളിയായിരുന്നു അല്ലേ ടേസ്റ്റ്. ഇതെന്താണ് ടേസ്റ്റ്, കാര രുചിയാണ്, അതേപോലെ വഴുവഴുപ്പുള്ളവയായിരിക്കും. അപ്പോൾ ആൽക്കലികൾക്കുള്ള എക്സാമ്പിളാണ് ഇതൊക്കെ. കാൽസ്യം ഹൈഡ്രോക്സൈഡ്, ചുണ്ണാമ്പ് വെള്ളം എന്ന് പറയും. ഓർത്തോക്കണം, ഇതിനൊക്കെ കെമിക്കൽ നെയിമും കൂടി ഓർത്തോക്കണം. ചുണ്ണാമ്പ് വെള്ളമാണ് ഇത്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് സോഡ എന്ന് വിളിക്കുന്നതാണ് ഇത്, സോഡിയം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് പൊട്ടാഷ് എന്ന് വിളിക്കുന്നതാണ് ഇത്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഇനി അമോണിയ ഹൈഡ്രോക്സൈഡ് ലായനി, അതായത് ലിക്കർ അമോണിയ ജലത്തിൽ ലയിപ്പിച്ചതാണ് എന്ത് വിളിക്കുന്നത്, അമോണിയം ഹൈഡ്രോക്സൈഡ് ലായനി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ആൽക്കലികൾക്കുള്ള എക്സാമ്പിളാണ്. അപ്പോൾ ആസിഡിന് നേരെ ഓപ്പോസിറ്റ് സ്വഭാവമുള്ള ഒരു സാധനമാണ് ഇത് ആൽക്കലികൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത സൂചകങ്ങൾ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് എന്താണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിറം മാറ്റത്തിലൂടെ ആസിഡുകളെ ആൽക്കലികളെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണിത് സൂചകങ്ങൾ. എങ്ങനെയൊക്കെ നിറം മാറിയിട്ട് അല്ലെ, നമ്മൾ ലിറ്റ്മസ് പേപ്പർ നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ, ആസിഡ് ആയിരുന്നെങ്കിൽ അതിന് ചുവപ്പ് കളറും ആൽക്കലി ആണെങ്കിൽ നീല നിറവും കിട്ടിയില്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഈ നിറങ്ങൾ മാറിയിട്ട് നമുക്ക് ആസിഡാണോ ആൽക്കലിയാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സഹായിക്കുന്ന വസ്തുക്കളാണ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ സൂചകങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ മഞ്ഞൾ, ചെമ്പരത്തിപ്പൂവ്, ബീട്രൂട്ട് തുടങ്ങിയ ധാരാളം സസ്യഭാഗങ്ങൾ എന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഈ സൂചകങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ ലിറ്റ്മസ് പേപ്പർ പോലും എന്താണ്, സസ്യത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ലിറ്റ്മസ് പേപ്പർ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഒരു സൂചകമായിട്ടാണ് ലിറ്റ്മസ് പേപ്പർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ചില വസ്തുക്കൾ ഇപ്പം നമുക്ക് ഓരോ വസ്തുക്കളും എങ്ങനെയാണ് ആസിഡിൽ അതിൻ്റെ നിറം, ആൽക്കലിയിൽ അതിൻ്റെ നിറം നമ്മൾ പഠിച്ചു നോക്കണം. അപ്പോൾ ഇതിലെല്ലാം ഒന്നും പഠിച്ചു നോക്കണ്ട, നമുക്ക് നിർബന്ധമായിട്ട് പഠിച്ചു നോക്കേണ്ട ഒരു സാധനം എന്ന് വെച്ചാൽ ഒന്ന് ലിറ്റ്മസ് പേപ്പറാണ്. ലിറ്റ്മസ് പേപ്പർ നമ്മൾ ഓൾറെഡി പറഞ്ഞതാ, ആസിഡിൽ അതിൻ്റെ നിറം ചുവപ്പും ആൽക്കലിയിൽ അതിൻ്റെ നിറം ധരിക്കും നീലയായിരിക്കും. ഇനി അതേപോലെ ചെമ്പരത്തി പേപ്പർ,
അത് ഓർത്തോക്കണോ. ചെമ്പരത്തി പേപ്പറോ ആസിഡിൽ എന്തായിരിക്കും നിറം? ചുവപ്പായിരിക്കും. ആൽക്കലിയിലെ നിറം എന്തായിരിക്കും? നീല തന്നെ ആയിരിക്കും. അപ്പോൾ അത് ലിറ്റ്മസ് പേപ്പറിൻ്റെ അതേപോലെ തന്നെയാണ് ഓർത്താൽ മതി. ഇനി മൂന്നാമത്തതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിനാഫ്തലിൻ. ഫിനോഫ്തലിൻ ഓർത്തോക്കണം, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ആസിഡിൽ എന്തുണ്ടാവില്ല? നിറം മാറ്റം ഉണ്ടാവില്ല, നിറം ഉണ്ടാവില്ല. ഓക്കെ. പിങ്കിലോ ആൽക്കലിയിൽ പിങ്ക് നിറമായിരിക്കും. ഫിനോഫ്തലിന് ആൽക്കലിയിൽ പിങ്ക് നിറമായിരിക്കും ഉണ്ടാവുക. ഇനി മീഥൈൽ ഓറഞ്ച് ആണെങ്കിലോ അത് ആസിഡിൽ ഇളം പിങ്ക് നിറമായിരിക്കും, ആൽക്കലിയിലാണെങ്കിൽ ഇളം മഞ്ഞ നിറമായിരിക്കും. അപ്പോൾ ആ ഒരു പോയിന്റുകൾ ഈ 4 ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു നോക്കണേ. കാരണം ബാക്കിയുള്ളൊന്നും അത്രത്തോളം ചോദിക്കാറില്ല, നോർമലി ചോദിക്കുന്ന കുറവാണ്. പക്ഷേ ഈ 4 വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സാർവിക സൂചകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് പല സൂചകങ്ങളുടെയും ഒരു മിശ്രിതമാണ് സാർവിക സൂചകം. സാർവിക സൂചകം എന്ന് വെച്ചാൽ എന്താ? നമുക്ക് ആസിഡ് സ്വഭാവമോ അല്ല ആൽക്കലി സ്വഭാവമോ എത്ര തീവ്രമായിട്ടുണ്ട് എന്നുള്ളത് കാണിച്ചു തരും കറക്റ്റായിട്ട്. ആസിഡാണോ ആൽക്കലി ആണോ എന്ന് മാത്രമല്ല, അത് എത്രത്തോളം അത് വീര്യമുണ്ട് എന്നുള്ളതല്ലേ എന്നും കൂടി കാണിച്ചു തരും. അതാണ് സാർവിക സൂചകം എന്നുള്ള ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇതിൽ ആസിഡ് സ്വഭാവത്തിൻ്റെയും ആൽക്കലി സ്വഭാവത്തിൻ്റെയും തീവ്രതക്ക് അനുസരിച്ച് എന്ത് ചെയ്യും? പല നിറങ്ങളും സാർവിക സൂചകം ഉപയോഗിക്കുമ്പോൾ ലഭിക്കും. അപ്പോൾ കൊപ്പിക്ക് പുറത്തുള്ള കളർ ചാർട്ടുമായി താരതമ്യം ചെയ്താണ് എന്ത് ചെയ്യുന്നത്? ഇത് കണ്ടെത്തുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയപ്പോൾ pH 6, ഞാൻ ഇതിൽ pH 6 ആണെങ്കിൽ അതിൻ്റെ pH വാല്യൂ അത് വരുന്നുണ്ട് കേട്ടോ. എന്നാൽ pH വാല്യൂ എന്നുള്ള pH വാല്യൂ അളക്കുന്നത് എന്തിനാണ്? ആസിഡാണോ ആൽക്കലി ആണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ pH 7 താഴെയാണെങ്കിൽ അത് ആസിഡാണ്, 7ന് മുകളിലാണെങ്കിൽ എന്താണ്? അത് ആൽക്കലിയാണ്. അപ്പോൾ ഒരു വസ്തു നമ്മൾ ഈ ഒരു ലിക്വിഡ് അതിൽ ഇറ്റിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മഞ്ഞ കളറാണ് അത് ലഭിക്കുന്നതെങ്കിൽ എന്തായിരിക്കും? അത് pH 6 ഉള്ളതാണ് അല്ലേ? pH 6 ഉള്ളതാണ്, ആസിഡിക് ആണ്, എന്നാൽ pH 6 ഉള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യും? അത് എത്രത്തോളം അതിൻ്റെ തീവ്രത ഉണ്ടെന്നല്ല മനസ്സിലാവും. ഇനി നിർവീരീകരണം. ഓക്കെ. നിർവീരീകരണം അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ എന്ന് പറയും. ഒരു ആസിഡോ ആൽക്കലിയോ നിശ്ചിത അളവിൽ കൂടിച്ചേരുമ്പോൾ എന്ത് ചെയ്യും? ആസിഡിൻ്റെയും ആൽക്കലിയുടെയും ഗുണങ്ങൾ നഷ്ടപ്പെടും. അങ്ങനെ ഗുണങ്ങൾ നഷ്ടപ്പെട്ടാൽ അതെന്തായിട്ട് മാറുമെന്നറിയോ? അതൊരു ലവണമായിട്ടും ജലമായിട്ടും മാറും. ഓക്കെ. ലവണവും ജലവും ഉണ്ടാകും. അപ്പോൾ ഈ പ്രവർത്തനമാണ് എന്ത് പറയുന്നത്? നിർവീരീകരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നിർവീരീകരണം എന്ന് വെച്ചാൽ ആസിഡും ആൽക്കലിയും കൂടി പ്രവർത്തിക്കുമ്പോൾ ഒരു ലവണവും ജലവും ഉണ്ടാകുന്നതാണ് എന്ത്? നിർവീരീകരണം. ജലവും ലവണവും ഉണ്ടാകുന്നത്. ഇനി ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡ് അതായത് കാസ്റ്റിക് സോഡിയം കൂടി ചേരുമ്പോൾ എന്തുണ്ടാവും? സോഡിയം ക്ലോറൈഡും ഉപ്പും ഉണ്ടാവും. അതല്ല, സോഡിയം ക്ലോറൈഡ് ജലവും ഉണ്ടാവും. സോഡിയം ക്ലോറൈഡ് എന്ന് വെച്ചാൽ എന്താ? ഉപ്പാണ്. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു ആസിഡാണ്, സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ഒരു ആൽക്കലിയാണ്, കാസ്റ്റിക് സോഡ എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ലവണം എന്ന് പറയുന്നത് ഏതാണ്? ഈ ഉപ്പാണ്. ലവണം എന്ന് പറയുന്നത് ഉപ്പ്. ഉപ്പല്ലാത്ത പല ലവണങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ സോഡിയം ക്ലോറൈഡ് ഉണ്ടാവും, അതേപോലെ ജലവും ഉണ്ടാവും. ഇനി കേരളത്തിലെ മണ്ണ് പൊതുവെ ആസിഡ് സ്വഭാവമുള്ളതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആൽക്കലി സ്വഭാവമുള്ള കുമ്മായ മണ്ണിൽ ചേർക്കുന്നത് എന്തിനാണെന്നറിയോ? ഈ ആസിഡ് സ്വഭാവം കുറച്ചൊന്ന് കുറക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, അധികം ആസിഡിക് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ സസ്യങ്ങൾക്ക് വളരാൻ പറ്റില്ല. അപ്പോൾ ആ കുമ്മായം കുറച്ച് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എന്താ? അതിൻ്റെ ആസിഡിറ്റി കുറച്ച് കുറക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്താണ് pH മൂല്യം. വെരി ഇമ്പോർട്ടൻ്റ് ആണ് pH മൂല്യം. പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ് കേട്ടോ pHൻ്റെ ഫുൾ ഫോം. നമുക്ക് pH മൂല്യമൊക്കെ ഇനിയും പഠിക്കാറുണ്ട്, ഇനിയും കുറച്ച് പോയിന്റ്സ് ഉള്ള ഇതിൽ വരാറുണ്ട്. ആ pH മൂല്യം 7 എന്ന നിർവീര്യ വസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ pH 7 എന്ന് വെച്ചാൽ എന്താ? അത് ആസിഡും അല്ല ആൽക്കലിയും അല്ല, 7 എന്ന് വെച്ചാൽ. ഇനി 7 താഴെ ഉള്ളത്, അതായത് 6, 5, 4 ഒക്കെ എന്താണ്? 1 വരെ ആസിഡിക് ആണ്. ഇനി 8, 9 മുതൽ 14 വരെയാണ് പോകുന്നത്, അതെന്താണ്? ആൽക്കലിയുമാണ്. അപ്പോൾ ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എന്ന് പറയുന്നത് എന്താണ്? 7 ആണ്. അപ്പോൾ pH മൂല്യം 7ന് മുകളിലാണെങ്കിൽ അത് ആൽക്കലി സ്വഭാവവും 7ന് താഴെയാണെങ്കിൽ എന്താണ്? ആസിഡ് സ്വഭാവമാണ് ഉള്ളത്. ഓക്കെ, അത് ഓർത്തോക്കണേ. ആസിഡ് സ്വഭാവം ആൽക്കലി സ്വഭാവം എങ്ങനെയാണ് വരുന്നതല്ല. ഇനി അസിഡിറ്റിനെ പറ്റി പറയുന്നത്, ഭക്ഷണ പദാർത്ഥങ്ങളിൽ ദഹനത്തെ സഹായിക്കുന്നതിന് വേണ്ടി ആമാശയത്തിൽ ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അല്ല, നമ്മുടെ ആമാശയത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റൊമക്കിൽ ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഭക്ഷണത്തിനെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരിയായ രീതിയിൽ ആഹാരം കഴിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ വേണ്ടത്ര വെള്ളം കുടിക്കാതിരിക്കുകയോ തെറ്റായിട്ടുള്ള രീതിയിൽ ആഹാരശീലങ്ങൾ ഉണ്ടെങ്കിലോ ചെയ്താൽ എന്ത് ചെയ്യും? ഈ ആമാശയത്തിൽ ആസിഡിൻ്റെ അളവ് കൂടും. ഇതാണ് നമ്മളിപ്പോൾ വിളിക്കുന്ന അസിഡിറ്റി എന്നുള്ള ഒരു അസുഖം. ഇത് പരിഹരിക്കാൻ ആൽക്കലി അടങ്ങിയ ഔഷധങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഡോക്ടർമാർ സാധാരണ നിർദ്ദേശിക്കുക. കാരണം നമ്മൾ ആൽക്കലി അടങ്ങിയിട്ടുള്ള ഔഷധങ്ങൾ കഴിക്കുമ്പോൾ എന്ത് ചെയ്യും? ആസിഡിറ്റി കുറയാണ് ചെയ്യുക. ഇനി ഓരോ ആസിഡുകളും അതിൻ്റെ ഉപയോഗങ്ങളുമാണ് എന്ത് ചെയ്യുന്നത് ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ്. ഇതിലെന്താ? ഒന്ന് വിനാഗിരി വരുന്നത് ഏതൊക്കെയാണ്? അച്ചാറുകളിലും മറ്റ് ഭക്ഷ്യവസ്തുക്കളിലുമാണ് എന്ത് ചെയ്യുന്നത്? വിനാഗിരി എന്നുള്ള ആസിഡ് ഉപയോഗിക്കുന്നത്. അത് കേടുകൂടാതിരിക്കാനൊക്കെ. ഓക്കെ, ടേസ്റ്റിനും കേടുകൂടാതിരിക്കാൻ. ഇനി സിട്രിക് ആസിഡ് ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതിരിക്കാനും അതേപോലെ പാനീയങ്ങളിൽ ഉപയോഗിക്കുന്ന ആസിഡാണ് ഇത് സിട്രിക് ആസിഡ്. നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും ഉപയോഗിക്കുന്നതാണ് രാസവളങ്ങൾ, പെയിൻറ്റ്, കളർ ഡൈ ഇല്ലേ, അതിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇത്. ഇനി സൾഫ്യൂരിക് ആസിഡ്, ഇത് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററികൾ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? സൾഫ്യൂരിക് ആസിഡാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തോക്കണം.
ഇനി ടാനിക് ആസിഡ്, മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ് ഇത് ടാനിക് ആസിഡ്. ഇനി ആൽക്കലികൾ മെയിനായിട്ട് ആൽക്കലികൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ സോപ്പ് നിർമ്മിക്കാൻ, ഡിറ്റർജൻറ്റ്, സെറാമിക് ഉൽപ്പന്നങ്ങൾ, മലിനജലം ശുദ്ധീകരിക്കാൻ, വ്യാവസായിക ആവശ്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ആൽക്കലികൾ പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് ഓർത്തോക്കുക. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ആസിഡുകൾ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതെന്തായാലും ഓർത്തോക്കണം. ഇനി സോപ്പ് നിർമ്മിക്കാൻ എന്നുള്ളൊരു സെഷൻ കാണാം. അതിലെല്ലാം ഒന്നും വേണ്ട. സോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ആൽക്കലി എന്ന് പറയുന്നത് ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്, അല്ലെങ്കിൽ കാസ്റ്റിക് സോഡ എന്ന് നമ്മൾ വിളിക്കുന്ന സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ചെയ്യുന്നത് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. അതൊന്ന് ഓർത്ത് നോക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും ഇൻഡിക്കേറ്റേഴ്സും പഠിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഇൻഡിക്കേറ്റേഴ്സ് ഫിനോഫ്തലിനും അതിൻ്റെ ഒക്കെ നിറം എങ്ങനെയാണെന്നുള്ളത്, ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം എന്താണെന്നുള്ളത്, പിന്നെ ആസിഡ്, ആൽക്കലി, ഓരോന്നിൻ്റെ ഉപയോഗങ്ങൾ, ഫുഡിൽ അടങ്ങിയിരിക്കുന്നതൊക്കെ എന്താണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ വരികയെന്ന് വെച്ചാൽ ഏതായിരിക്കും? അന്നപഥത്തിലൂടെ. അത് ബയോളജിയായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്ക് ഫിസിക്സ് കഴിഞ്ഞ് പിന്നെ കെമിസ്ട്രി വന്ന് ബയോളജി വന്ന് 7ാം ക്ലാസ് കഴിയുന്നത് പിന്നെ അങ്ങോട്ട് എത്തുമ്പോഴാണ് പിന്നെ ഓരോ സബ്ജക്റ്റുകളായിട്ട് എന്ത് ചെയ്യുന്നത് മാറുന്നത്. അപ്പോൾ അതുവരെ സയൻസ് എന്നുള്ള ഒറ്റ ടോപ്പിക്കല്ല. അപ്പോൾ നമുക്ക് ഇനി അന്നപഥത്തിലൂടെ എന്നുള്ളത് അടുത്തൊരു ക്ലാസ്സിലായിട്ട് എടുക്കാം.